നമസ്കാരം. നമ്മുടെ ഹിജാബ് വിഷയം കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച പിന്നിട്ടതിന് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് പല മാധ്യമങ്ങളിലും ഉയർന്നു വരുന്ന ഒരു ചർച്ചാ വിഷയമാണ് കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു അബ്ദുൾ റഷീദ് ഒരു ഊമക്കത്ത് വിട്ടിട്ടുണ്ട്. താമരശ്ശേരി റെമിജിയോസ് ഇഞ്ചനിയൽ പിതാവിന് ബിഷപ്പിൻ്റെ ഓഫീസിലാണ് വന്നത്. അപ്പോൾ അദ്ദേഹം സ്ഥലത്തുണ്ടായില്ല, അദ്ദേഹം ഇവിടെ വിദേശ പര്യടനത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ അത് സെൻറ്റ് റീത്ത സ്കൂളിലെ മാനേജ്മെൻറ്റിന് ഭീഷണിയായിട്ട്, സിസ്റ്ററിന് വരെ ഭീഷണിയായിട്ടാണ് വന്നിരിക്കുന്നത് കത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ എഴുതിയിരിക്കുന്ന ഉള്ളടക്കം ഇങ്ങനെയാണ്: പിന്നെ ഞങ്ങൾക്ക് പിന്നെ എല്ലാ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ അവിടെ നിസ്കരിക്കാനുള്ള നിസ്കാരമുറി വേണം, പിന്നെ തൂറാൻ കക്കൂസ് വേണമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ എവിടുന്ന് ശരിയാകാനാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഹിജാബ് വിഷയം ഇവിടെ അത് പ്രശ്നം സോൾവ് ചെയ്ത് കോടതിയിൽ നിന്നൊക്കെ സോൾവ് ചെയ്ത് പോകുന്നതാണ്. ഇതിൻ്റെ ഉത്ഭവം ഇപ്പം അവിടെ നിന്നാണെന്നാണ് പറയുന്നത്. എവിടുന്ന്? ഈരാറ്റുപേട്ടയിൽ നിന്ന്. ഇതിൻ്റെയൊക്കെ പുറകിൽ കളിച്ചത് ഇവരാണെന്ന്. ഇത് ഞങ്ങളുടെ ഒരു കരുതിക്കൂട്ടിയുള്ളൊരു പ്ലാനായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഏത് രീതിയിലും ഞങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കും. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ യുവാവിന്, അദ്ദേഹത്തിന് ഭീഷണിക്ക് വോയിസ് മെസ്സേജ് ഫേസ്ബുക്കിൽ വരുന്നു: നിൻ്റെ കുടുംബത്തെയും നിൻ്റെ വർഗത്തെയും തകർത്ത് കളയെന്ന് പറയും. ഇവൻ ആരാത്? ഇവന് ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഈ പരമ തെണ്ടി ഉണ്ടല്ലോ, ഞാനിതൊന്നും ഈ വീഡിയോ നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ ഒരുവിധം ഒതുങ്ങി വരികയാണ്. പിന്നെ ഇവരെ പോലുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പിന്നെ ഈ പ്രശ്നമായിട്ട് കുത്തിപ്പൊക്കി വരികയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം ഇതൊക്കെ ഞാൻ ഞങ്ങളൊക്കെ ഇത് ക്രിസ്ത്യാനികളാണ്, നമുക്ക് ഇത് ഒരു സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ. കാരണം ഇവർ പിന്നെയും പ്രശ്നം രൂക്ഷമാക്കി വരുവാണ്. ഇവർക്ക് ഈ പ്രശ്നം എന്തെങ്കിലും കുത്തിപ്പൊന്തിക്കണം. അത് ആ പ്രശ്നം അവിടെ കഴിഞ്ഞ് കോടതിയിൽ നിന്നൊക്കെ ചർച്ചാ വിഷയം കഴിഞ്ഞ് വിട്ടതാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ രണ്ടാമത് ഊതി വലുതാക്കുകയാണ്. കാരണം ഇതൊക്കെ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. എത്രത്തോളം അന്വേഷിക്കുന്നുണ്ടെന്നോ എന്തായി എന്നുള്ള ഒരു വിവരവും കിട്ടുന്നില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു ന്യൂസിൽ ഹെഡിങ് ഞാൻ കണ്ടു: ആ ഭീഷണിക്കകത്ത് വന്നത് മലപ്പുറത്തുനിന്നാന്ന് പറയുന്നു. ഇതിലിപ്പോൾ ഏതാന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇതിനെയൊക്കെ താങ്ങി പിടിച്ച് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ താങ്ങി പിടിച്ചിട്ട് നടക്കുന്ന ഒരു പരമ ഊളയുണ്ട്, രാഹുൽ ഈശ്വർ എന്ന് പറയും. കണ്ട പെണ്ണുങ്ങളുടെ മാതിരിക്കാണ് മോഹനത്തേക്ക് ഇരിക്കുന്നത്. മുടിയൊക്കെ നീട്ടി കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു പെണ്ണിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ഇതാണ്. ഇവനാണും പെണ്ണും കെട്ട സൈസ് ആണ് ഇവന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മാത്രം പിന്നെ പൊക്കി പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി വാദിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ നക്കാനൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, ചിലപ്പം എന്തെങ്കിലും ചില്ലറയൊക്കെ തടയുന്നുണ്ടാവും. അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നല്ല സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ സുഡാപ്പികളാണല്ലോ ഈ ചാനലുകൾ, യൂട്യൂബ് ചാനൽ അധികം കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവൻ്റെ വ്യൂസ് കൂടും. രാഹുൽ ഈശ്വറിൻ്റെ സ്വന്തം സമുദായം, ഹിന്ദു സമുദായത്തിൽ എന്ത് കഷ്ടതയുണ്ടെങ്കിലും, ഈ ഹിന്ദു സമുദായം എന്ത് പ്രശ്നം നേരിട്ട് കഴിഞ്ഞാലും അതിനെപ്പറ്റി ഒന്നും വിമർശിക്കാനൊന്നും ഈ ഊളയ്ക്ക് അതിന് സമയവും ഇല്ല, സന്ദർഭവും ഇല്ല. അവനത് ബാധിക്കുകയില്ല. ഈ ഹിന്ദു സമുദായത്തെ അവൻ ഏത് രീതിയിലും അവനെ തകർക്കാനേ നോക്കുള്ളൂ. അവരുടെ പേരിൽ എന്തെങ്കിലും കുറ്റം കണ്ടിട്ട് ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഈ പൊളിറ്റിക്കൽ സൂറാപ്പികളെ സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മരവാഴയാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞത്. ഇവൻ്റെ ആദ്യമൊക്കെ ഇവൻ്റെ വീഡിയോ ഫസ്റ്റിലെ കണ്ടപ്പോഴൊക്കെ, ഇവൻ്റെ ഫസ്റ്റിലെ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പം ഇവൻ്റെ നല്ല സഹകരണവും ഇവൻ്റെ ഇടപെടലൊക്കെ കണ്ടപ്പം എനിക്ക് ഇവനെ ഒരുപാട് ഒരു മതിപ്പ് തോന്നിയ വ്യക്തിയാണ്, ഒരു ബഹുമാനം തോന്നിയിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവൻ്റെ ബഹുമാനം കളഞ്ഞു കുളിക്കുകയാണ്. ഇവൻ്റെ സ്വന്തം സമുദായത്തെ പറ്റി തള്ളി പറഞ്ഞിട്ട് ഈ മുസ്ലിം സമുദായത്തെ പൊക്കി പിടിച്ച് നടക്കുകയാണ്. നാണമുണ്ടോ രാഹുൽ ഈശ്വർ? നിങ്ങൾക്ക് എന്തറിയാം? പല സ്ഥലത്തും ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ ഇവരാണ് കടന്ന് കളിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഇവർ കുഴപ്പക്കാരല്ല, ഇവരാണ് നല്ലത്. ഇവരെല്ലായിടത്തും ആക്രമിക്കപ്പെടുകയെന്ന് നിങ്ങൾ പറയുന്നു. ഈ ഉത്തർപ്രദേശിലൊക്കെ ആക്രമിക്കപ്പെടുന്നത് ഇവരാന്ന് പറയുന്നു. പക്ഷേ ഇവർ ചെയ്ത പോക്കൃത്തരം കൊണ്ടാണ് ഇവരുടെ നേരെ അവിടെ പലയിടത്തും ഈ പല സ്ഥലങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായത്. കാരണം ഇവർക്കൊരു വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ രാജ്യം ഇവരുടെ കയ്യിൽ കൈവെള്ള കൊണ്ടുവരണം.
ഇത് ഫുള്ള് ഇസ്ലാം രാഷ്ട്രമാക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ. കാരണം ഇവർക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിസ്കരിക്കാൻ പായ, മുറി, മൂത്രം വയ്ക്കാൻ ബാത്റൂം, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ അധികവും ഈ മുസ്ലിം പിന്നെ എന്താ പറയുന്നത്, ഖബർസ്ഥാനിൻ്റെ സ്ഥലം അധീനതയിൽ കയ്യേറിയിട്ട് അവിടാണ് ഇത് പിന്നെ സ്ഥാപിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവർക്ക് ഈ മുസ്ലിങ്ങളായ വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ വരുമ്പം അവർക്ക് നിസ്കാരമുറി കൊടുക്കണം. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. എവിടെ വത്തിക്കാനിൽ അവിടുത്തെ മാർപ്പാപ്പ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പിന്നെ കുട്ടികൾക്ക് അവിടെ നിസ്കരിക്കാൻ മുറി കൊടുത്തു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവർ ഈ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന പ്രശ്നം. അത് മാർപ്പാപ്പ അതിന് പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട്. ഞാനിപ്പോൾ അതൊന്നും ആലോചിച്ചില്ല. അപ്പം ഒരു കുട്ടികളല്ലേ ഒന്ന് നിസ്കരിക്കട്ടെ എന്ന് വെച്ചിട്ട് റൂം കൊടുത്തതാണ്. ഈ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടായി. ഇപ്പോൾ ഈ നിർമ്മല കോളേജിലാണെങ്കിലും കഴിഞ്ഞ കൊല്ലം മൂവാറ്റുപുഴ നിർമ്മല കോളേജിലുണ്ടായ പ്രശ്നം ഇത് തന്നെയാണ്. ഇവർക്ക് അവിടെ പഠിക്കാൻ അവിടുത്തെ പ്രിൻസിപ്പാള് അവിടുത്തെ അച്ഛനാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവിടെ പഠിക്കാൻ അഡ്മിഷനും കൊടുത്ത് അവിടെ ഇവർ ചേർക്കുകയും ചെയ്തു. ചേർത്തതിന് ശേഷം കുറച്ച് കാലം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഇവർ ഓഫീസൊക്കെ തുറന്ന് ചവിട്ടിപ്പൊളിച്ച് കയറി വരികയാണ്. ചവിട്ടിപ്പൊളിച്ച് കയറി അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അച്ഛനെ വെല്ലുവിളിക്കുന്നു, അവിടെ ഉപരോധകം സമരം ചെയ്യുന്നു, സത്യാഗ്രഹം ചെയ്യുന്നു. എന്തിനാണ് ഇവരുടെ ആവശ്യം? ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലായിടത്തും ഇവർ ആധിപത്യം സ്ഥാപിച്ച് മറ്റുള്ളവരാരും ഒന്നും ആകരുത്. ഈ രാഹുൽ ഈശ്വരനോട് എനിക്ക് കാര്യം പറയാം, നിങ്ങൾ ഈ ആണും പെണ്ണും കെട്ട ഈ തരം താന്ന പണി ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ഒരുമാതിരി ഈ വലിയ വലിയ ടൗണിൽ കൂടെയൊക്കെ വേശ്യ പെണ്ണുങ്ങൾ ഈ ചില ആണുങ്ങളെ തിരഞ്ഞ് നടക്കുന്ന പോലുള്ള പരിപാടിയാണ് നിങ്ങളുടെ. അതായത് കൂടുതൽ കാശ് കിട്ടുന്നതിനും കൂടുതൽ സൗന്ദര്യമുള്ളവരും തണ്ടും തടിയുള്ളവൻ്റെ പുറകെ പോകുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ഈ വേശ്യ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പോലുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പൊക്കി പിടിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ഹിന്ദു സമുദായത്തെ തന്നെ നിങ്ങൾ താഴ്ത്തി പറയുന്നു. ഹിന്ദു സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തെയും നിങ്ങൾ വളരെ അവജ്ഞയോടെ കാണുന്നു. അങ്ങനെയാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്. നിങ്ങൾ ഒരു കാലത്തും നേരാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇസ്ലാമിസ്റ്റിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇസ്ലാമിസ്റ്റിൻ്റെ ഒരു വീഡിയോ അവർക്കെതിരായിട്ട് നിങ്ങൾക്ക് ഒന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ കൈയും കാലം അവർ കൊത്തിയറിയും. അത് മാത്രമല്ല നിൻ്റെ ചാനൽ വരെ ഇവരെ തല്ലി പൂട്ടിക്കും ചിലപ്പോൾ ഇവർ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിനക്ക് ഇവരെ അനുസരിച്ചേ പറ്റുള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ നീ ഇവരെ ഇങ്ങനെ കാല് ചെരുപ്പ് നക്കി ഇങ്ങനെ നടക്കും. മനുഷ്യനായ കുറേ ഉളുപ്പ് വേണം. ആരുടെ ഭാഗത്ത് തെറ്റേ ശരിയെന്നുള്ളത് സെൻറ്റ് റീത്ത സ്കൂളിലെ കാര്യം തന്നെ തനിക്കറിയാമല്ലോ. താനൊക്കെ ഏത് യൂട്യൂബറാണ്? ഒരുപാട് ന്യൂസ് ചാനലിലും യൂട്യൂബേഴ്സിനൊക്കെ ഇവർ ഈ സെൻറ്റ് റീത്താസിനെ വിമർശിച്ചും ആ സിസ്റ്ററെ അവഹേളിച്ചൊക്കെ ന്യൂസ് ചെയ്തു. അതിലൊരുത്തനാണ് നീ എന്ത് വിചാരിച്ചിട്ടാണ്? നീ അന്ന് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി. ഈ ബഹളങ്ങളുണ്ടാക്കിയതൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമി സുഡാപ്പികളാണ്. മനസ്സിലായല്ലോ? എന്നിട്ട് അങ്ങനെയാണല്ലോ അവിടെ പ്രശ്നങ്ങളുണ്ടായത്. അതായത് ജൂണിൽ അവിടെ ചേർന്ന കുട്ടി ഒക്ടോബർ 1-ാം തീയതി വരെ, അല്ല 5-ാം തീയതി വരെ, 6-ാം തീയതി വരെ ഒന്നും കുഴപ്പമില്ല. 7-ാം തീയതി പിന്നെ ഹിജാബ് ധരിച്ചവിടെ ഒന്ന് വരുന്നു. പിന്നെ ആ കുട്ടി ആ ഹിജാബ് ധരിച്ച് അവിടെ ഇരിക്കുള്ളൂ എന്ന് പറയുന്നു. അതിന് കുറേ ഈ പോപ്പുലർ ഫ്രണ്ടും മറ്റവരും കയറിയിട്ട് അത് പിന്നെ പ്രശ്നമാക്കുന്നു, വീഡിയോ പിടിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, സമൂഹ മാധ്യമങ്ങളിൽ കൊടുക്കുന്നു. എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് എന്താ ഈ ബഹളം ഉണ്ടാക്കിയിട്ട് ആ ചെറ്റുണ്ടല്ലോ, ഈ പെണ്ണിൻ്റെ തന്തയും പെണ്ണും കൂടി അവിടെ TCയും വാങ്ങി ഇപ്പോൾ വേറെ സ്കൂളിലോട്ട് പോയി. അവിടെ അത്രയും കുളമാക്കി, ആ പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. ഈ രാജ്യം മുഴുവൻ, ഈ ലോകം മുഴുവൻ അറിഞ്ഞു. എന്നിട്ടിപ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ല. അവർക്ക് ആ സ്കൂളിൽ പഠിക്കുകയോ വേണ്ട, അവരവിടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ കേട്ട വിവരം മലപ്പുറത്തു നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നു. ആദ്യം പറഞ്ഞു കോട്ടയം ഈരാറ്റുപേട്ട എന്നൊരു അബ്ദുൾ റഷീദാണ് ഈ ഊമക്കത്ത് വിട്ടതെന്ന് പറയുന്നു. എന്തായാലും പോലീസിൻ്റെ പുറകിൽ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇവനൊക്കെ തക്കതായ കയ്യോടെ പിടിക്കുകയും വേണം, ജയിലിൽ അടയ്ക്കുകയും വേണം. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രാഹുൽ ഈശ്വരനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, താനും ഈ ഒരുമാതിരി ആണും കെട്ട പരിപാടി ചെയ്യരുത്. താനൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ താൻ വിമർശിക്കത്തില്ല. താൻ പിന്നെ അവരെ താങ്ങിപ്പിടിച്ച് നടക്കും. കാരണം തനിക്ക് അവരുടെ അടുത്തുനിന്നാവും ചിലപ്പോൾ വ്യൂസ് കിട്ടുന്നത്. ഈ വ്യൂസ് ഇപ്പോൾ ഞാനൊരു യൂട്യൂബറാണ്. പല യൂട്യൂബേഴ്സും ഇപ്പോൾ എന്താ വെച്ചാൽ ഒഴുക്കിനനുസരിച്ചാണ് നീങ്ങുന്നത്. അതായത് എവിടെയാണ് 10 വ്യൂസ് അധികം കിട്ടുന്നതാണ് നോക്കുന്നത്. അപ്പോൾ അത് ന്യായമോ അന്യായമോ ഒന്നും നോക്കൂല. അന്യായം കാണിക്കുന്ന ഭാഗത്തും അവിടെ വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കും. ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നല്ല രീതിയിൽ പിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ വ്യൂസ് എല്ലാവർക്കും കിട്ടും. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെയും ഈ ഇസ്ലാമിനെ വിമർശിച്ചത് തന്നെയാണ് പിന്നെ എതിരായിട്ട് തന്നെ സംസാരിച്ചത്. കാരണം ഇവരുടെ ഈ പ്രശ്നങ്ങളിലാണ് ഹിജാബ് വിവാദമൊക്കെ ഈ പ്രശ്നം ഇവരുടെ തലേന്ന് ഉണ്ടായതാണ്.
അതിനെപ്പറ്റി 2 വീഡിയോ ചെയ്തപ്പം നമുക്ക് ആ ചാനൽ കാണാനില്ല. കാരണം ആരും കാണൂല. കാരണം അവരെ പിന്നെ അത്ര വിമർശിച്ചാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവരുടെ കയ്യിലെ പോക്കൃത്തരം കൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്ന അധികവും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പോൾ ഈ നല്ല ഇസ്ലാമുകളും ഉണ്ട്, മുസ്ലിങ്ങളും ഉണ്ട്. അപ്പോൾ നല്ലവരാരും അതിന് എതിരഭിപ്രായം പറയില്ല. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മുടെ ചാനൽ അവർ കാണത്തില്ല. അങ്ങനെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് വ്യൂസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വ്യൂസ് കുറഞ്ഞാലും കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. ഇതിപ്പോൾ ഈ പ്രശ്നം കുത്തിപ്പൊക്കിയത് ഈ രാഹുൽ ഈശ്വരനെ പേരുള്ളതാണ്. പിന്നെ ആ പെണ്ണിനെ തന്തേനെ പിടിക്കണം. അവരാണ് ഫസ്റ്റിലെ കഴിഞ്ഞ മാസം 7-ാം തീയതി മുതൽ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അതാണല്ലോ ഇപ്പോൾ ഈ ലോകം മുഴുവൻ ഈ പ്രശ്നമായത്. ഈ അബ്ദുൾ റഷീദോ ഏതോ ഒരുത്തനുണ്ട്, എവിടെ ഈരാറ്റുപേട്ടയിൽ എവിടെയാണ്. കാരണം ഇവനൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവനൊക്കെ അവിടെ ഇരുന്ന് കുറയ്ക്കാന്നല്ല, ഇവന് ഒന്ന് പുറത്തിറങ്ങട്ടെ. അതുപോലെ തന്നെ ഒരു 24 വയസ്സായ ഒരുത്തൻ ഒരു സിസ്റ്റർ തല കളയും എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മുമ്പ് കുറച്ച് ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. നീയൊന്നും വീട്ടിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങണ്ട, അവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി. നിന്നെയൊക്കെ എപ്പോഴാണ് പോലീസ് ബുക്കെന്നുള്ള അറിയാം. നിൻ്റെയൊക്കെ പിന്നെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ നീയൊക്കെ സ്റ്റേറ്റസ് വിട്ടതും അതും ഇതുമൊക്കെ ഇതുവരെ പോലീസിനും സൈബർ പോലീസിനൊക്കെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നിന്നെയൊക്കെ ഏത് സമയത്താണ് ബുക്കെന്നുള്ള അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഈ രാഘവൽ ഈശ്വരനോട് ഒരു കാര്യം പറയാനുള്ളത്, താൻ ഒരുമാതിരി തരം താഴെ നിൽക്കരുത്. താൻ ഇവിടെ കുറേ നിൽക്കും, പിന്നെ കുറേ അവിടെ നിൽക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇനി ക്രിസ്ത്യാനികളുടെ ഭാഗത്ത് അവിടെ ന്യായമാണ്, ഇനി ഹിന്ദുക്കളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായാലും താൻ ആരെ വിമർശിക്കുവല്ല. താൻ തൻ്റെ ഈ ഇസ്ലാമിനെ പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കും. അതാണ് ഉണ്ടായത്. സ്വന്തം ഹിന്ദു സമുദായം തന്നെ വെറുക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? കാരണം താൻ അത്ര ആണും കെട്ടുപ്പെട്ട നെറുകെട്ട പണികളെ താൻ ചെയ്യുള്ളൂ. അതുപോലുള്ള വീഡിയോ താൻ ചെയ്യുള്ളൂ. കോരങ്ങൻ്റെ മാതിരി മീശയില്ലാത്ത ഒരുമാതിരി രൂപമാണ് തൻ്റെ രൂപം. മനസ്സിലായില്ലേ? ഇതൊന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് വെച്ചിട്ട് ഇതിനെപ്പറ്റി ചെയ്യണ്ടെന്ന് വെച്ചിരുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ പ്രശ്നം, ഈ ഒതുങ്ങിയ പ്രശ്നം പിന്നെ കുത്തിപ്പൊക്കി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ സുഡാപ്പികൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താനാണ് അതിൻ്റെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെക്കാളും കൂടുതൽ താനാണ് ഇവരെ പറ്റി വിമർശിച്ചു, ഇവരെ പറ്റിയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. വിമർശിക്കുകയല്ല, നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് അവർ നല്ലവരാണ്, അവർക്കൊരു കുഴപ്പമില്ല. പിന്നെ താൻ പറഞ്ഞ താമരശ്ശേരി ലൂമക്കത്ത് വന്നതും ഒക്കെ വെറുതെയാണ്. താൻ കണ്ടോ? താൻ ഇംഗ്ലണ്ടിലോ കോതായത്തോ ഇവിടെ പോയിരിക്കുകയെന്ന് താൻ ഇന്നലെ പറഞ്ഞല്ലോ. ഏതോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് പുറത്ത് കൂടെ. അവിടെ ഇരുന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഈ ഊമക്കത്ത് വന്നതിൻ്റെ രേഖ ഇത് ഫോട്ടോ വരെ മാതൃഭൂമിയിലും പല ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട്, കത്തിൻ്റെ ഉള്ളടക്കം വരെ. താൻ പറയുന്നത് വെറുതെ പറയുന്നത്. താൻ എപ്പോഴും മുസ്ലിങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഇത് മുസ്ലിങ്ങൾ ചെയ്തതല്ല എന്നുള്ള രീതിയിൽ ഇത് ആരോ വെറുതെ പടച്ചു വിട്ടാന്നാണ് പറയുന്നത്. ഇതൊന്നും രേഖയില്ലാതൊന്നും അത് ആരും വെറുതെ ഇപ്പോൾ പിതാവ് വെറുതെ പറയും, അല്ലെങ്കിൽ വേറെ ആരും ന്യൂസ് ചാനലുകാരൊക്കെ വെറുതെ വിളിച്ച് പറയുന്നത്. ഇതിങ്ങനെ കത്ത് അവിടെ വന്നതായിട്ട് തെളിവ് വന്നു. അതിൻ്റെ വോയിസ് വരെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. താൻ ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു. തനിക്ക് എന്തെങ്കിലും 10 രൂപ അവിടെ നിന്ന് കിട്ടുക, 10 രൂപ കിട്ടുന്നുണ്ടാവും ചിലപ്പം. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ട് അവരെ നല്ല രീതിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടല്ലേ. താനാ കിട്ടുന്ന വലിച്ച് ഇങ്ങനെ നക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിയെന്നാൽ തന്നോടൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, തെറി പറയേണ്ടി വരും. ഓക്കെ.